ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കൺകൾ നിറയും നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കൺകൾ നിറയും നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രികാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി സുഖകരമായി ഉറങ്ങി ഉണർന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചിരിക്കുകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പ സ്തുതിക്കുന്നു. അപ്പ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി അവിടുന്ന് നടത്തി. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെയിരുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ നിന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തന ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവം അവിടുന്ന് ഇന്ന് പകൽക്കാലം നൽകി തരുവാൻ സർവ്വസമ്പന്നനാകിയാൽ അപ്പോൾ അവിടുത്തെ പാദപിടുത്തിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ളതിനെയും ഏൽപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്നെയാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അപ്പം നാടും വീടും വിട്ട് വിദൂരത്തിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടെ എവിടെയെങ്കിലും കർത്താവരെ സൂക്ഷിക്കണം, പരിപാലിക്കണം. ശത്രു കാണരുത്, ദുഷ്ടപിശാച് തൊടരുത്. അപ്പോൾ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യമെല്ലാം കൊടുത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, കണ്ണു നനയാൻ സമ്മതിക്കല്ലേ, ഹൃദയം വേദനിക്കാൻ അനുവദിക്കല്ലേ. എൻ്റെ അപ്പൻ്റെ കരവലയത്തിനുള്ളിൽ ഓരോ മക്കളെയും പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കാൻ, കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവമാകിയാൽ എൻ്റെ അപ്പൻ്റെ ഹല്ലേലൂയ ആലോചന തന്നെ മക്കൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. പ്രത്യേകിച്ച് 10ലും 11ലും 12ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OITയും IELTSഉം പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ ഹല്ലേലൂയ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, അവരാഗ്രഹിച്ച സ്ഥാനത്തവരെ കൊണ്ട് എത്തിക്കണം. സ്വർഗം ചെയ്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നുമാറാകണം. ശത്രുവരെ കാണലെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അദൃശ്യമാർന്ന കരവലയത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയുമാറാകണമേ കർത്താവേ. ആമേൻ കർത്താവേ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കർത്താവേ അതിൻ്റെ ആൻസറുകൾ തയ്യാറാക്കി വയ്ക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആലോചന കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പരാജയപ്പെട്ടു പോകാൻ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കപ്പാ. ജയവുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷിച്ച് ദൈവത്തിന് സാക്ഷ്യം കരേറ്റുവാൻ കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചിൻ്റെ പിടിയിൽ അമർന്നു പോകാൻ അനുവദിക്കരുതെന്ന് വഴിയും പ്രാർത്ഥിക്കുകയാണ്. കാൽവറി കുരിശിലെ സ്നേഹമേ, കാൽവറി കുരിശിലെ രക്തമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സമയം ഹല്ലേലൂയ. അനാഥരെയും വിധവകളെയും ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരെ സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രം. അപ്പ സ്തോത്രം. അപ്പ മാതാപിതാക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നല്ല മാതാവായി പിതാവായി കൂടിയിരുന്ന് അവരെ ആശ്വസിപ്പിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം
ഹാലലൂയ. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ, സഹായിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹാലലൂയ ഞങ്ങളുടെ തലമുറകളെയെല്ലാം അനുഗ്രഹിക്കണം, ബാലപീഠയെല്ലാം വിടുവിക്കുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരുവാൻ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. എല്ലാ ബാലപീഠകളിൽ നിന്നും എല്ലാവരെയും വിടുവിച്ചാട്ട്. സ്വർഗത്തിലെ ദൈവമേ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുമാറാകണം. അലയുവാൻ വലയുവാൻ ഭാരപ്പെടാൻ സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഹാലലൂയ ഉപജീവന വഴികളെ തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ തക്ക തുണി അവർക്ക് ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. എൻ്റെ സ്വർഗമേ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ സങ്കടവും കണ്ണുനീരും സ്വർഗം അറിഞ്ഞ് അത്ഭുതങ്ങളെ ചെയ്യണം നടിയൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സഹായിക്കണേ, തലമുറ നൽകി അനുഗ്രഹിക്കണേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ, മാസം തികയോളം കൂടിയിരിക്കണം, സുഖപ്രസവം നൽകണം, മൗനമില്ലാത്ത തലമുറ തരണം. ഹാലലൂയ. ജോലി ചെയ്യുന്ന മക്കളുണ്ടപ്പോൾ വിദുരിതയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരെ സഹായിച്ച് സൂക്ഷിക്കണമേ. പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ. ക്ഷീണം ഭാരമെല്ലാം മാറ്റണമേ കർത്താവ്. അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരെ സഹായിക്കണം നടിയൻ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം നടിയൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഈ സമയം ഹാലലൂയ കർത്താവേ സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം, എല്ലാ അനുഗ്രഹങ്ങളാൽ കൊടുത്ത് നിറയ്ക്കണം, സമാധാനത്തിൽ സൂക്ഷിക്കണം, എല്ലാ കൃപയിലും പരിപാലിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായും സ്തോത്രം. ഞാൻ സ്വർഗം അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് സമാധാനത്തോടെ കാത്തുകൊള്ളണേ കർത്താവേ. അപ്പോൾ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ യാത്രയിലും കൂടെ ഇരിക്കണമേ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണം. നിശ്ചിത സ്ഥാനത്ത് സുഖകരമായി എത്തിച്ചേരണം. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കരയറ്റണം. അതിനായിട്ട് ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ദൈവമായ കർത്താവ്, മദ്യത്തിലും മയക്കുമരുന്നിൽ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം നൽകണേ അപ്പാ. ആരും നഷ്ടപ്പെട്ടു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ എല്ലാവരെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ അപ്പൻ്റെ അത്ഭുതത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേൽ നീട്ടണം എൻ്റെ കർത്താവേ. ഹാലലൂയ കർത്താവ്, പ്രത്യേകിച്ചും ഹാലലൂയ കർത്താവിൻ്റെ പ്രാർത്ഥന ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ ഹാലലൂയ ഉള്ളതുപോലെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ പൂർണ്ണമായി ഇവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ. കടഭാരമുള്ള മക്കൾ, ജപ്തിയുടെ വക്കിലായിരിക്കുന്ന മക്കൾ, എൻ്റെ കർത്താവേ സ്തോത്രം. പല വിധത്തിലും ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. എൻ്റെ സ്വർഗം സഹായിക്കണം. അത്ഭുതത്തിൻ്റെ കരം നീട്ടണം. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെ തുടയ്ക്കണം. ഹൃദയത്തിൻ്റെ വേദന മാറ്റുമാറാകണം. ആവശ്യം പറഞ്ഞ് സഹായിക്കണം. സ്വർഗം തുറക്കുമാറാകണം. അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ അപ്പൻ്റെ പക്കല. ധനമായി തന്ന് സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ഈ എളിയവർ നിലവിളിച്ചതാ, യഹോവ കേട്ടതാ, കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചതാ. പിന്നെ ഈ സമ്പന്നൻ അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലപ്പാ. എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ കർത്താവ്. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുക. അതിവേഗം പായുന്ന വചനമയക്കുക. സ്വർഗം വിട്ടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കുടുംബ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുക കർത്താവേ. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം സ്വർഗം അവസരമൊരുക്കിക്കാട്ട്. മുൻകോപങ്ങളിൽ നല്ലവരെയും വിടുവിച്ചാട്ട്. പിഞ്ചു കുഞ്ഞുങ്ങളോടൊക്കെ മനസ്സലിഞ്ഞാട്ട് കർത്താവേ. കരയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അവരുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷമുള്ള ജീവിതം കാണുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൂട്ടിച്ചേർത്ത ജീവിതങ്ങളൊന്നും ചിന്നഭിന്നമായി പാൻ അനുവദിക്കല്ല. വൈശാലികമായ പോരുകളെ തകർക്കണമേ കർത്താവെ. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം കൃപയാൽ സ്വർഗം ഇടയാക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ കർത്താവെ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തെയും സ്വർഗമെന്നെടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. വലിയൊരു ശേഷിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങൾക്ക് ഇരക്കുവാൻ നാണമ കളയ്ക്കുവാൻ ശേഷിയില്ല. നിത്യവൃത്തിക്കുള്ള വക ഓരോ മക്കൾക്കും തരുമാറാകണം. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ കർത്താവേ. ആമേൻ. ഹാലലൂയ. എൻ്റെ അപ്പൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുതരികയാ. ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ടപ്പാ, ജോലി ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. സ്തോത്രം. ഇന്നുവരെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സകലതും കരുതിയ ദൈവം, വീണ്ടും ഞങ്ങളുടെ ചിന്താകുലം അങ്ങയുടെ മേലിട്ട് തരിക. ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ സ്തോത്രം. വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പ പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹാലലൂയ കർത്താവേ.
ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിൽ കടന്നു ചെല്ലണമേ. ആശുപത്രി കിടക്ക വിട്ട് കർത്താവ് ഭവനത്തിൽ എത്തിച്ചേരാൻ ഇടയാക്കണം. കർത്താവിൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും അയക്കണം. പ്രത്യേകിച്ച് പനിയാൽ ചുമയാൽ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഷുഗറും പ്രഷറും കൂടി കിടക്കുന്നവരുണ്ട്. കരിയാത്ത വ്രണങ്ങളുമായി കിടക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, അപ്പൻ്റെ അൻപാർന്ന കരം ഓരോ മക്കളെയും തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലവേദനയാൽ ഭാരമുള്ളവർ, ചെവി വേദനയാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുടിവിനും കൊഴിഞ്ഞു കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, തൈറോയിഡുള്ള മക്കൾ, ആസ്മാ രോഗികളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. നാഥാ, എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവരെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, അപ്പോൾ അലർജിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ കർത്താവേ, ആരോടും പറയാൻ വരാത്ത നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, ബ്ലീഡിങ് സംബന്ധമായി ഭാരപ്പെടുന്നവർ, അങ്ങനെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ എൻ്റെ അപ്പൻ മാത്രമാ. ഗിലിയാദിലെ സുഗന്ധ കുഴമ്പ് ഇന്നും ഉണ്ടല്ലോ കർത്താവേ, വൈദ്യൻ ഇന്നും ഉണ്ടല്ലോ കർത്താവേ. ഉച്ചമുതൽ പാദം വരെ തലോടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ തിരിച്ചറിഞ്ഞവരാ, ഞങ്ങൾ രുചിച്ചറിഞ്ഞവരാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അത്ഭുതം കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ രോഗികളോട് മനസ്സറിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽകുടുംബം എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാരും മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ, സുവിശേഷ വേലകളെ, വേലക്കാരെയൊക്കെ സമർപ്പിക്കുന്നു. ഭരണകൂടത്തിനായി സ്തോത്രം ചെയ്ത് ഭരണകർത്താക്കൾക്കായി നന്ദി പറയുന്നു. വിശ്വസ്തയോടെ, ദൈവകൃപയോടെ, അർപ്പണാബോധത്തോടെ ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ ഓരോ ജോലികളും ചെയ്തെടുപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങളെല്ലാം കാത്തുകൊള്ളണമേപ്പാ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരി, ജലപ്രളയത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണം. സ്വർഗീയ സമാധാനത്താൽ ഓരോ മക്കളെയും നടത്തുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.